ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ നേരത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ചെറിയ അൺബോക്സിംഗ് വീഡിയോയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ബ്ലൂടൂത്ത് സ്പീക്കറാണ്, അതായത് മിനി സ്പീക്കർ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു ചെറിയൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. സോ അതാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി വാങ്ങിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി വാങ്ങിക്കാവുന്നതാണ്. സോ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ അൽസ്റ്റെക് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കനുണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. സോ ഗൈസ്, നേരെ ഇന്നത്തെ അൺബോക്സിംഗിലേക്ക് പോകാം. സോ ഗൈസ്, ഈ ഒരു സ്പീക്കറാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് മിനി സ്പീക്കർ എന്നുള്ളൊരു കമ്പനിയുടെ ഒരു ചെറിയൊരു സ്പീക്കറാണ്, ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അപ്പം ഇതിൻ്റെ സ്പെക്ക് ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ട്രൂലി വയർലെസ് ആയിട്ടുള്ളൊരു സ്പീക്കറാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഔട്ട്പുട്ട്, മൊബൈൽ ഫോൺ, ഓഡിയോ ഔട്ട്പുട്ട്, റേഡിയോ അല്ലെങ്കിൽ CD DVD അങ്ങനത്തെ എല്ലാ വേസിലും ഇത് കമ്പാറ്റബിൾ ആവുന്നതാണ്. ദെൻ അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും, അതായത് ഇത് FM റേഡിയോ സ്ലോട്ട് ഉണ്ട്, FM റേഡിയോ സ്ലോട്ട് പ്രൊവൈഡഡ് ആണ്. അതുപോലെ തന്നെ നമുക്കിവിടെ USB പവർ റൊട്ടേറ്റ്, USB സ്ലോട്ട് പ്രത്യേകം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിനി SD സ്ലോട്ട് നമുക്കിവിടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കാനുള്ള, അതായത് ഇവിടെ FM റേഡിയോ ഫ്രീക്വൻസി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പവർ ഇൻപുട്ട്, അതുപോലെ ബ്ലൂടൂത്ത് കണക്ഷൻ, ഡിസ്റ്റൻസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ബോക്സ് എടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒരു ബോക്സ് ആയിട്ടാണ് ഇവർ തന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സ് കാണാൻ സാധിക്കും, ഒരു വൈറ്റ് ബോക്സിൽ ഒരു ട്രോളി കവേർഡ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്യുന്നൊരു ബോക്സാണ്. സോ യെസ്, ഞാൻ ഇപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ബ്ലൂ കളറിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ബ്ലൂ കളറിലെ സ്ലോട്ടാണ്, ഇവിടെ സ്പീക്കറാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും. അപ്പം നമുക്കിതൊന്ന് എടുക്കാം, ഈ കവറിൽ നിന്ന് എടുക്കാം. ഫസ്റ്റ് അതിൻ്റെ സ്പീക്കർ ഞാൻ ഈ കവറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഈ ഒരു സ്പീക്കറാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇത് അവരുടെ അതായത് ഒരു USB കേബിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചാർജ് ചെയ്യാനായിട്ടാണ് ഈ ഒരു USB കേബിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കാണാൻ സാധിക്കും, ഈ ഒരു USB കേബിൾ അവർ ചാർജ് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന USB കേബിളാണ്. അതുപോലെ തന്നെ സ്പീക്കറിനകത്ത് കാണാൻ സാധിക്കും, അതായത് അവർ പറഞ്ഞ കണക്ക് തന്നെ ഇവിടെ USB സ്ലോട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ DVD, അതായത് DVD സ്ലോട്ടുണ്ട്. ദെൻ ഇവിടെ ചാർജ് ചെയ്യാനുള്ളൊരു കേബിളുണ്ട്, വല്ല ഓൺ ഓഫ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. The Bluetooth device is ready to pair. അപ്പോൾ ജസ്റ്റ് ഇത് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ കാണാൻ സാധിക്കും F എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ജസ്റ്റ് റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഓൺ ആയെന്നുള്ളൊരു സിഗ്നലാണ് ഇവർ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് പെൻ ഡ്രൈവിലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് പെൻ ഡ്രൈവിലൊന്ന് കണക്ട് ചെയ്യാണ്. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഒരു ചാർജ് ചെയ്തിട്ടാണ് തരുന്നത്. അപ്പോൾ മിനിമം ചാർജ് ഓൾറെഡി പ്രൊവൈഡഡ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനിലോട്ട് ഞാൻ ഒന്ന് USB പോർട്ടിലോട്ട് ഞാൻ ഒന്ന് കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, പ്ലേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ പെർഫോമൻസ് ഇപ്പം ഞാൻ ജസ്റ്റ് അപ്പോൾ അത് റേഡിയോ പ്രൊവൈഡ് ആണ്. അതുകൊണ്ടാണ് ഈ പെൻഡ്രൈവ് റിമൂവ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി അത് റേഡിയോ ആവുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിവിടെ സോങ് ചേഞ്ച് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ വോളിയം ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു പ്ലസ് ഓപ്ഷൻ, അതുപോലെ തന്നെ മൈനസ് ഓപ്ഷൻ ഇവർ പ്രൊവൈഡഡ് ആണ്. അപ്പോൾ കാണാൻ സാധിക്കുന്നത് പ്ലസ് ഓപ്ഷൻ, മൈനസ് ഓപ്ഷൻ, നമുക്ക് വോളിയം ഇൻക്രീസ് ചെയ്യാവുന്ന ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു പോസ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് പാട്ട് പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് പാട്ട് പോസ് ആവുന്നതായിരിക്കും. ദെൻ ഇതിന് നല്ലൊരു കവറേജിലാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നല്ലൊരു പെർഫോമൻസ് ആണ് ഇതിൽ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പോസ് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. അതായത് ഈ ഒരു F എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്കബിൾ ബട്ടൺ ആണ്. അതായത് ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ സാധിക്കും, ഒരു ക്ലിക്കബിൾ ബട്ടൺ ആണ്. അപ്പോൾ ഇതിലൂടെ നമുക്കിത് വീഡിയോ പോസ് ചെയ്യാൻ, അല്ല ഓഡിയോ പോസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം നല്ലൊരു ബഡ്ജറ്റിലുള്ള ഒരു സ്പീക്കറാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ ഇതിൻ്റെ ഏകദേശം സാമ്പിളായിട്ട് ഞാൻ ജസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാവുന്നതായിരിക്കും. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പം ഏകദേശം പ്രൈസ് എന്ന് പറഞ്ഞാൽ 480 പ്രൈസാണ്, 480 റുപ്പീസാണ് ഇതിൻ്റെ ടോട്ടൽ പ്രൈസ്. അപ്പോൾ ഇത് നല്ലൊരു സ്പീക്കറാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇതൊരു യൂസ് ചെയ്തിട്ടില്ല, ബട്ട് ഫസ്റ്റാണ് ഞാൻ ബ്ലൂടൂത്ത് സ്പീക്കർ യൂസ് ചെയ്യുന്നത്. പക്ഷേ നല്ലൊരു സ്പീക്കറാണ്.
അപ്പോൾ എന്തായാലും കൈ സമയത്ത് സെക്കൻഡ് അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതുപോലെ ഈ വീഡിയോ സ്പീക്കർ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്ക് ഇത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോയ ശേഷം അവർക്ക് ലിങ്കിലൂടെ വാങ്ങിക്കാവുന്നതായിരിക്കും. ദെൻ അടുത്ത ടെക്നോളജി കാണാം ഗൈസ്. ഗുഡ് ബൈ.